PT എക്സാം എഴുതാതിരിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫേസ് ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിരിക്കും പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ. എന്താണ് പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ? എങ്ങനെ പേഴ്സണൽ ഇൻട്രൊഡക്ഷനെ ഡീൽ ചെയ്യാം? പേഴ്സണൽ ഇൻട്രൊഡക്ഷന് മാർക്കുണ്ടോ? എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ? അങ്ങനെ പേഴ്സണൽ ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടും ഈ ഒരു ഒറ്റ വീഡിയോ കാണുന്നതോടുകൂടി ഇത് ക്ലിയർ ആവും. സോ വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. വെൽക്കം ടു PT സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാം മലയാളത്തിലും. PT റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. PT റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലോ താഴെ കമന്റ് സെക്ഷനിലേക്ക് കമന്റ് ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് തരും അറ്റ് ആൻ അഫോർഡബിൾ റേറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യണ ഒരു വീഡിയോ നിങ്ങളിലോട്ട് എത്താതിരിക്കത്തില്ല. സോ ഷുഡ് യു സ്കിപ്പ് പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ഇൻ PT? എന്താണ്, ഏതാണ്? ആരംഭിക്കലാങ്ങളാ. സോ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യണം? പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് നോട്ട് സ്കോർഡ്. നിങ്ങൾക്ക് ഒരു മാർക്കും പേഴ്സണൽ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. ക്യാൻ സ്കിപ്പ് അടിക്കാം വേണ്ടെങ്കിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാം, ഒരു കുഴപ്പമില്ല. ബട്ട് ഡോണ്ട് സ്കിപ്പ് അടിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അത് പറയണതെന്ന് നോക്കാം. ഇൻഫർമേഷൻ സെൻഡ് ടു യൂണിവേഴ്സിറ്റീസ് ഓർ കൺസേൺഡ് ഓർഗനൈസേഷൻസ്. PTയിൽ നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്കോർ ഷെയർ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ട് ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആ PDF നിങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചു കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യണ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, PR ഓർഗനൈസേഷൻസും മറ്റ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസും ഉണ്ട്. അല്ലെങ്കിൽ അവർ പറയാൻ പോണെന്ന് പറഞ്ഞാൽ പിയേഴ്സൺ വഴി നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളെ അക്കൗണ്ടിൽ ചെന്നിട്ട് PT ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ സ്കോർ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒഫീഷ്യലി ഷെയർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് അങ്ങനെയാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കൺസേൺഡ് ഓർഗനൈസേഷൻ ഷെയർ ചെയ്യാൻ പറയണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കോറിന്റെ കൂടെ നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രൊഡക്ഷനും കൂടെ ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കൺസേൺഡ് ഓർഗനൈസേഷൻ അയച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാം, വേണമെങ്കിൽ കിലികിലി ദേവി വഴികാട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വല്ല പാട്ട് പാടാം. അമ്പലപ്പുഴ തെറ്റിക്കാവിലെ പൂരം എന്ത് കോപ്രായം വേണേലും കാണിക്കാം. കാരണം സ്കോഡ് അല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് മാർക്കൊന്നും നഷ്ടപ്പെടാൻ പോണില്ല. പക്ഷേ ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കൺസേൺഡ് ഓർഗനൈസേഷൻ സെൻഡ് ആവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പ്രിപ്പയർ ചെയ്തിട്ടേ പോവുള്ളൂ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സോഫ്റ്റ്വെയർ ഗെറ്റ്സ് ടു നോ ഹൂ യു ആർ. സോഫ്റ്റ്വെയറിന് കണ്ണില്ല, മൂക്കില്ല, ചെവിയുണ്ട്. ചെവി വെച്ചിട്ടാണ് നിങ്ങളെ മനസ്സിലാക്കണം. സോ നന്ദഗോപാൽ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നന്ദഗോപാൽ ചെന്ന് പരീക്ഷയ്ക്ക് ഇരിക്കുകയാണ്. എന്താണ് നന്ദഗോപാൽ, ഏതാണ് നന്ദഗോപാൽ, നന്ദഗോപാലിന്റെ സംസാര രീതി ഏതാ, നന്ദഗോപാൽ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രൊണൗൺസിയേഷൻ ചെയ്യാൻ പോണേ, ഫ്ലുവൻസി എന്താണ്, നന്ദഗോപാലിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഒരു ടാസ്ക് വഴിയല്ലേ കിട്ടത്തുള്ളൂ. സോ അതിനു വേണ്ടി സോഫ്റ്റ്വെയർ ഗെറ്റ്സ് ടു നോ ഹൂ യു ആർ, അതായത് നിങ്ങൾ ആരാണെന്ന് സോഫ്റ്റ്വെയറിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ വച്ചിരിക്കുന്നത്. ഓക്കെ, സോ സോഫ്റ്റ്വെയറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കും, അതിനു വേണ്ടി റെഡി ആയിരുന്നോ എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന റീഡ് അലൗഡ്, റിപ്പീറ്റ് സെന്റൻസ്, സ്പീക്കിംഗ് സെക്ഷനൊക്കെ സ്മൂത്ത് ആയിട്ട് പോവും. കാരണം സോഫ്റ്റ്വെയറിന് മനസ്സിലായി. ഇൻ കേസ് നിങ്ങൾ അത് സ്കിപ്പ് അടിച്ചെന്ന് വിചാരിച്ചോ, സോഫ്റ്റ്വെയർ നിങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പോണ റീഡ് അലൗഡിലായിരിക്കും. ഇൻ കേസ് ആ സമയത്ത് ആദ്യത്തെ 1 ഓഡിയോയിലോ 2 ഓഡിയോയിലോ കറക്റ്റായിട്ട് നിങ്ങൾ പറയണമെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങൾക്ക് മാർക്ക് പോകത്തില്ലേ? എന്തിനാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം? അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഇൻട്രൊഡക്ഷനിൽ പറയുക. അപ്പം നിങ്ങൾ കറക്റ്റ് ഫ്ലോയിൽ പറഞ്ഞ് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് നന്ദഗോപാൽ, ശരി ഇങ്ങനെയാണല്ലേ അവൻ സംസാരിക്കും, ശരി ഇതിനനുസരിച്ച് ഞാൻ സ്കോർ ചെയ്യാന്ന് പറഞ്ഞ് PT സ്കോർ ചെയ്യുന്നു. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പറ്റി മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് മാർക്കും കിട്ടും. ദ പ്രോബബിലിറ്റി ഓഫ് യു സ്കോറിങ് ഹയർ വളരെയധികം കൂടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്യരുത്. എന്തെങ്കിലും പറയണം, പ്രിപ്പയർ ആൻഡ് സ്പീക്ക്. എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്തിട്ട് പോകും. നിങ്ങൾ 20 ക്വസ്റ്റ്യൻ ടൈപ്സിനും പ്രിപ്പയർ ചെയ്യുന്നില്ലേ, അതുപോലെ പേഴ്സണൽ ഇൻട്രൊഡക്ഷനും കൂടെ പ്രിപ്പയർ ചെയ്യൂ. യൂസ് ഇറ്റ് ടു ഗെയിൻ കോൺഫിഡൻസ് ആൻഡ് മൊമെന്റം. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. സോഫ്റ്റ്വെയറിനെ അറിയിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ വളരെ ടെൻഷനിലായിരിക്കില്ലേ പോണത്. ടെസ്റ്റ് സെന്റർ എൻവയോൺമെന്റിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മൈ ടെസ്റ്റ് സെന്റർ എക്സ്പീരിയൻസ്. അത് ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വളരെ ടെൻഷനിലായിരിക്കും. നീ എത്ര കൂൾ ഹെഡ് ആണെന്ന് വിചാരിച്ചു, നിങ്ങൾ ഫസ്റ്റ് പരീക്ഷയാണ് എഴുതണമെങ്കിൽ, ഫസ്റ്റ് ടൈം ആണ് എഴുതണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ചെങ്കിലും ടെൻഷൻ കാണും. ആൻഡ് ഇറ്റ്സ് ഓക്കെ. ആ ഒരു സംഭവത്തിൽ നമ്മളൊന്ന് കൂൾ ഓഫ് ചെയ്യാൻ കറക്റ്റ് മൊമെന്റം ഒക്കെ കിട്ടി നമ്മൾ കറക്റ്റ് ആ ഒരു ഫ്ലോയിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾക്ക് പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ഉപയോഗിക്കാം. അതായത് നിങ്ങൾ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ദാറ്റ് ഈസ് എ റിയൽ തിങ്. സ്റ്റാർട്ടിങ് ട്രബിൾ വളരെയധികം റെലവെന്റ് ആണ്.
നിങ്ങൾ ചിലപ്പം റീഡ് അലൗഡിലൊക്കെ കെങ്കേമി ആയിരിക്കും, പക്ഷെ ആദ്യമായിട്ടൊരു റീഡ് അലൗഡ് പരീക്ഷയിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിക്കിയ ഹെവിലി പെനലൈസ്ഡ്, ഒരു വിക്കിന് 2 മാർക്ക് വെച്ച് പോകും. എന്തിനാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം? പേഴ്സണൽ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിക്ക് ഉണ്ടെങ്കിൽ അവിടെ തന്നെ തീരും, കുഴപ്പമില്ല, മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ പിന്നെ അതൊരു കോൺഫിഡൻസ് ആണ്. മനസ്സിലായി? ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു, വിൽക്കാതെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ കിട്ടുന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് സ്പീക്കിംഗ് ത്രൂ ഔട്ട് ഉപയോഗിക്കാം. ആൻഡ് സ്പീക്കിംഗ് ഒരു കോൺഫിഡൻസിന്റെ പരിപാടിയാണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കോൺഫിഡൻസ് ടെസ്റ്റ് ആണ് സ്പീക്കിംഗ്. സോ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഈ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ എങ്ങനെ ഞാൻ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്ത പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ഞാൻ അവസാനം പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ഒന്ന്, നിങ്ങളുടെ പേര് ഒബ്വിയസ്ലി മിസ്റ്റർ എക്സ്, മിസ്റ്റർ വൈ, മിസ്റ്റർ ഇസഡ് ആരോ, ജോബ് ഓർ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോബ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് പറഞ്ഞാൽ മതി. മാരിറ്റൽ സ്റ്റാറ്റസ്, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ള കാര്യം പറയാം. വേണമെങ്കിൽ ഫാമിലിനെ പറ്റി 1-2 വാക്ക് പറയാം. ഹോബീസ്, ഇൻട്രസ്റ്റ്സ് പറയാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്, എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഏത് യൂണിവേഴ്സിറ്റിയിലോട്ടാണ് പോണത്, അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതി എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഓസ്ട്രേലിയൻ PR വേണ്ടി, ന്യൂസിലാൻഡ് PR വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിലോട്ട് വേണ്ടിയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറയാം. റീസൺ ഫോർ റൈറ്റിംഗ് ദി എക്സാം, സെയിം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണോ എഴുതുന്നത്, PR വേണ്ടിയാണോ, എന്തിന് ബ്ലാ 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 എന്ന് പറഞ്ഞ് പറയാം. ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി നിങ്ങൾക്ക് പറയാം. സോ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയും എൻ്റെ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ എങ്ങനെയിരുന്നു എന്നാണ്. എൻ്റെ പേഴ്സണൽ ഇൻട്രൊഡക്ഷനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഹേ ദേർ, മൈ നെയിം ഈസ് നന്ദഗോപാൽ മധുസൂദനൻ നായർ ശ്രീകല. ഐ എം എ സൈക്കോളജി ആസ്പിറന്റ് ഫ്രം India. I am writing PT academics so as to meet the entry requirements of the university, and I am confident that I'll get my desired scores in the first go. If this message is reaching you, I would like to let you know that I am really looking forward to getting my higher education from your esteemed institution. Thank you. ഇതായിരുന്നു എൻ്റെ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ. ഇതിന് സിമിലർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് നിങ്ങൾ പറയാം. ബട്ട് ആ ഒരു ഫ്ലോയിൽ 25 സെക്കൻഡ് എന്തോ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് പറയാനുള്ള സമയം തരുന്നത്. ആ 25 സെക്കൻഡിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ സംസാരിക്കുക, അത്രേ ഉള്ളൂ. സോ ഇതാണ് പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ. ഇപ്പം മനസ്സിലായില്ലേ? ഇനി പേഴ്സണൽ ഇൻട്രൊഡക്ഷനെ പറ്റി വറീഡ് ആവണ്ട. സോ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണെന്ന് അറിയാം. സോ ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും. സോ എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. എന്തെങ്കിലും PT റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലോ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. പിന്നെ യൂട്യൂബ് വഴിയുള്ള പഠനം പോരാന്ന് തോന്നുന്നവർക്ക് ഞാനൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട് അറ്റ് എൻ അഫോർഡബിൾ റേറ്റ്. അതിനുവേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. Till then, stay safe, keep learning, and keep this in mind. We are in this together.